സമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. എൻ്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റുമലോതകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നിന്റെ യെരൂശലേമിന്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. സർ എൻ്റെ ഫ്രണ്ട് നിൽക്കില്ല, സാർ എൻ്റെ ഫ്രണ്ട് നിൽക്കില്ല, എൻ്റെ ഫ്രണ്ട് നിൽക്കില്ല, എൻ്റെ ഫ്രണ്ട് നിൽക്കില്ല. ഇത് ഫ്രണ്ടിലോട്ട് കയറിയേക്കെ ആദ്യം ഒന്ന് മേടിച്ചിട്ട് അനുഗ്രഹിച്ചാൽ മതി. മേടിച്ചിട്ട് അനുഗ്രഹിച്ചു അതൊന്ന് കയ്യിലോട്ട് അനുഗ്രഹിച്ചേക്കും. മോനെ അനുഗ്രഹിച്ചു രണ്ടുപേരോടൊന്ന് കൈവിട്ടോ. പിന്നെ നമുക്ക് സ്തുതി ഓരോരുത്തരായിട്ട് ഫ്രണ്ട് നിൽക്കല്ലേ. നമുക്ക് അമ്മയുടെ അമ്മ കണ്ണടിയിൽ നിന്ന് മാറ്റാം. അമ്മ കണ്ണടിയിൽ നിന്ന് മാറ്റാം. പറയാട്ടോ പറയാവേ. അമ്മച്ച സ്വല്പം ഫ്രണ്ടിലോട്ട് കയറിയേക്കെ, ഫ്രണ്ടിലോട്ട് കയറിയേക്കാൻ പറ്റും. കുറച്ച് കയറിയോ, കുറച്ച് കയറിയോ. സന്തോഷത്തില്ലേ ഒറ്റനടത്തിയെന്നോ? ചിരിച്ച് സന്തോഷത്തിൽ മേടിച്ചു. ആ യെസ് റെഡി മേടിച്ചു കൊടുത്തു. ഓക്കെ ഒന്ന് മോനെ ഒന്ന് ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇനി ആൻറ്റി പഠിക്കുന്നുണ്ടോ? സുഖം പഠിക്കുന്നില്ലേ? ആൻറ്റി ഫ്രണ്ടിൽ കുറച്ച് മുമ്പോട്ട് കയറാവോ, ഇങ്ങോട്ട് കയറിട്ടോ. ആ മതി മതി. ഓക്കെ മേടിച്ചോ. കെട്ടിപ്പിടിച്ചു. ഓക്കെ താങ്കൾ ആൻറ്റി ഒന്ന് ശ്രുതിയോടെ മേടിച്ചേക്കാം. സാർ ഇച്ചിരി പൊറോട്ട കഴിക്കണം. വേറെ നേരെ ഫ്രണ്ടിലോട്ടോ. ഓക്കെ ഒന്ന് ശ്രുതി മേടിച്ചു മേടിച്ചു. ഓക്കെ ക്ഷയിക്കാൻ പോടും. അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി ഇച്ചിരി സൈഡിലോട്ടേക്ക്. രണ്ടുപേരുടെ ഫേസ് കാണേ. മോടെ അങ്കിളെ നോക്കിടാ. ചേട്ടോ അങ്കിളെ നോക്കി. അങ്ങനല്ല നേരേക്ക് 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 നോക്ക് നോക്ക് നോക്കി എന്നെ നോക്ക്. ഒരു ഉമ്മോടെ കൊടുത്തോ. താഴോട്ട് കുനിഞ്ഞു താഴെ ഫേസ് കാണില്ല. ഓക്കെ എവിടെ എത്തി നിങ്ങൾ? അല്ല അവിടെ നിന്നോ. എന്നിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് എത്തും. ഞങ്ങളുടെ പുറകെ പോകുന്നതാണ് നിങ്ങൾ. ഞങ്ങളുടെ പുറകെ പോകുന്നത്. അവർ കുങ്കാവ് ജംഗ്ഷനിൽ നിൽക്കുക. ആ ഞങ്ങളിത് ഇറങ്ങുക. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. വണ്ടി ഹലോ 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 കേക്കാവോ? ഹലോ കേൾക്കുന്നുണ്ടോ? പിന്നെ ഞാൻ വിളിച്ചത് ഞങ്ങളുടെ വണ്ടി ഇപ്പൊ പുങ്ക ജംഗ്ഷന്റെ അവിടെ നിന്ന് വരും. അതിന്റെ പുറകെ പോകുന്നതാണ് കേട്ടോ. ഹലോ ഓനവിടെ നില്ലേ, കൂട്ടുകൂടെ നില്ലേ, ഇറങ്ങരുത് പുറത്തേ.
ഫോട്ടോ എടുക്കാനല്ലേ? എനിക്ക് പോകേണ്ടി വരുമല്ലോ. കുത്തല്ലേ 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 അങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ. ബാഗ് എവിടെയെങ്കിലും പോയി ബാഗ് ഇങ്ങനെ കുഴപ്പമില്ല. ആ ഇവിടെ കുത്താം. അതൊന്ന് മാറ്റി കൊടുക്കാം. എല്ലാവരും ക്യാമറ വീഡിയോ എടുത്തോട്ടെ. സൈഡ് കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ഇസ്രായേലൻ പ്രിയജനമായി ആദിയിലുടമ്പടി ചെയ്തു ഞാൻ. ഇസ്രായേലിൻ പ്രിയജനമായി ആദിയിലുടമ്പടി ചെയ്തു ഞാൻ. ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാ ബലിയാകാം. ജീവിതകാലം കൃപയോടെ വാഴാൻ വിശ്വസ്തമാം ബലിയാകാം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം.
അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർഗ്ഗലോകത്തിൽ സർവ്വേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർഗ്ഗലോകത്തിൽ സർവ്വേശ്വര സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാ മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു നന്ദി പറയത്തുമാകുന്നു തിരുനാളുടെ നാമം പ്രവർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
മഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെയും പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാവുന്നു. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. വാഴ്ചമ്പുക്കുന്നും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനേ നാം സർവേശ, പരിപാവനേ നാം ബലവാനേ, പരിപാവനേ നാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. ആദിമുതലേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകലനുമകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പൗലോസ് ശ്ലീഹ എഫേസുസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനെയും പ്രതി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ദൈവപിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ആദരത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, കർത്താവിനോടെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. മിശിഹ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസ്സാണ്. ഈശോ തന്നെ ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയായിരിക്കുന്ന പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അത് ജലം കൊണ്ടുള്ള മാമോദീസ വഴി അവളെ ശുദ്ധീകരിച്ച് വചനത്തിൽ വിശുദ്ധീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണയായ സഭയെ കറവോ ചുളിവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധവും കളങ്കരഹിതവുമാക്കാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരമെന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യുത മിശിഹ സഭയെ എന്ന പോലെ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും
രണ്ടുപേരും ഒരു ശരീരമാവുകയും ചെയ്യും. ഇത് ഒരു മഹത്തായ രഹസ്യമാണ്. ഞാനിത് പറയുന്നത് മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമോദം നാം പാടിടാ, ഹല്ലേലൂയ പാടിടാ. മധുരിതമാശയ തുധയിൻ മാനസമലരിൽ നിറയുന്നു, മാനസമലരിൽ നിറയുന്നു. ആമോദം നാം പാടിടാ, ഹല്ലേലൂയ പാടിടാ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. അറിയിച്ച നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസേയർ വന്ന ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട നവദമ്പതികളെ, പ്രിയ സഹോദരങ്ങളെ, അജിൻ എന്ന് വിളിക്കപ്പെടുന്ന പൗലോസും സ്നേഹ എന്ന് വിളിക്കപ്പെടുന്ന തെരേസയും തമ്മിലുള്ള വിവാഹം ആസ്വദിക്കപ്പെടുകയാണല്ലോ. നിങ്ങൾക്ക് എല്ലാ ആശംസകളും ദൈവാനുഗ്രഹവും നേരുന്നു. ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നിങ്ങൾ വിവാഹജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിച്ചു. ആ തീരുമാനം പെട്ടെന്ന് അങ്ങെടുത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. വിവാഹജീവിതത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞ് ഒക്കെ നിങ്ങളെ ഒരുമിച്ച് ജീവിക്കുവാൻ, കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ തീരുമാനം പിന്നെ വളരെ ഗൗരവമുള്ളതാണ്. മരണം വരെ തുടരേണ്ട, നിലനിൽക്കേണ്ട ഒരു ബന്ധത്തിൽ
ലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ആ തീരുമാനത്തിന് തീർച്ചയായിട്ടും ദൈവികമായ ഒരു സ്വഭാവവും പരിശുദ്ധിയുമുണ്ട്. കാരണം നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചത് ദൈവം തന്നെയാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ഈശോ ദൈവത്തിൻ്റെ ആ കൽപ്പന, ദൈവത്തിൻ്റെ നിശ്ചയം, ഹിതം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് ഈ വചനങ്ങളിലൂടെ. അതുകൊണ്ട് ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് അറിയാവുന്ന ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചത്. നിങ്ങളുടെ നന്മയും നിങ്ങളുടെ പരിമിതികളും ഒക്കെ അറിയാവുന്ന ദൈവമാണ്. നിങ്ങളുടെ കഴിവുകളും കഴിവുകേടുകളും എല്ലാം അറിയാവുന്ന ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്. അത് ഈ യോജിപ്പ്, ഈ ബന്ധം നന്നായിരിക്കും എന്ന് ദൈവം നിശ്ചയിച്ചതുകൊണ്ടാണ് അങ്ങനെ നിങ്ങളെ യോജിപ്പിച്ചത്. അതുകൊണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഞങ്ങളെ ദൈവം യോജിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ബന്ധമാണ് കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഏറ്റവും സഹായകരമായിരിക്കുന്നത്, ഏറ്റവും ഉചിതമായിരിക്കുന്നത്, ഏറ്റവും നല്ലൊരു ബന്ധം ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഭർത്താവ് ഭാര്യയെ സ്വീകരിക്കേണ്ടത് എനിക്ക് ദൈവം നൽകിയ എൻ്റെ ജീവിത പങ്കാളി എന്ന ചിന്തയിലായിരിക്കണം. ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കേണ്ടത് എനിക്ക് ദൈവം നൽകിയ ജീവിത പങ്കാളി. അങ്ങനെയുള്ള ഒരു ബോധ്യത്തിലൂടെ നിങ്ങളെന്നും ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷത്തോടെ അവസാനം വരെ ജീവിക്കാൻ സാധിക്കും. സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒന്നും ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കരുത്. ഈ ലോക ജീവിതം ഒത്തിരിയധികം ദുഃഖ ദുരിതങ്ങളും പോരായ്മകളുമെല്ലാം നിറഞ്ഞതാണ്. പക്ഷേ അവയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം തരും. അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. കർത്താവ് തന്നെ ലോകത്തിലേക്ക് വന്നു. ജീവിച്ചതെങ്ങനെയാണെന്ന് നമുക്കറിയാം. പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി എത്രമാത്രം ഈശോയ്ക്ക് സഹിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. ഈശോയും സഭയും തമ്മിലുള്ള ബന്ധവും ഏതാണ്ട് ഒരു വിവാഹബന്ധം പോലെയാണ്. പൗലോസ്ലീഹ അത് മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഈശോയും സഭയും തമ്മിലുള്ള ബന്ധം അത് ഒരു ദാമ്പത്യ ബന്ധം പോലെയാണ്. ആത്മീയമായ ഒരു ദാമ്പത്യ ബന്ധം. സഭയ്ക്ക് വേണ്ടിയാണ് ഈശോ തൻ്റെ ജീവൻ അർപ്പിച്ചത്. ആ സഭയിലൂടെ മനുഷ്യർക്ക് മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടണം, രക്ഷ പ്രാപിക്കണം എന്ന ദൈവിക പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ ജീവിതം അർപ്പിച്ചത്. അങ്ങനെ സഭയെ തൻ്റെ വധുവായി ഈശോ സ്വീകരിച്ചു. ആ വധുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈശോ സഹിച്ചു, മരിച്ചു. പൗലോസ്ലീഹ പറയുന്നത് ഈശോയും സഭയും തമ്മിലുള്ള ബന്ധം പോലെ ആയിരിക്കണം ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹനം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കുടുംബജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്. സഹനത്തിൻ്റെ സഹനം സഹിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ആ സഹനങ്ങളുടെ നടുവിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ആ താലിയിൽ കുരിശാകൃതിയിലുള്ള മുത്തുകൾ കുരിശാകൃതിയിലാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. കുരിശിൻ്റെ ആകൃതിയിൽ താലി. അത് അർത്ഥമാക്കുന്നത് ഒന്ന്, ആ താലികെട്ടൽ എന്നുള്ളത് അർത്ഥമാക്കുന്ന ബന്ധമാണ്. വധുവും വരനും തമ്മിലുള്ള ബന്ധം അത് അഭേദ്യമായൊരു ബന്ധമാണ്. അത് കഴുത്തിൽ വള്ളം വരെയും അത് കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാണ് വധു ജീവിക്കുക.
അപ്പോൾ ആ ബന്ധം, അതിലെ കുരിശ് സൂചിപ്പിക്കുന്നത് സഹനത്തെയും ത്യാഗത്തെയുമാണ്. ഈശോയും സഭയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ചയാളാണ്. ത്യാഗത്തിൻ്റെ ജീവിതമാണ്, സഹനത്തിൻ്റെ ജീവിതമാണ്. അപ്പോൾ ഈശോയുടെ കുരിശിൻ്റെ ഒരു ഓഹരി നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ അവകാശമാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവിന് വേണ്ടി, മിശിഹായ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സഹിക്കേണ്ടി വരും. പക്ഷേ ആ സഹനം നമ്മുടെ ഒരു അവകാശമാണ്. അതേസമയം അതിലൂടെ ദൈവം നമുക്ക് അനുഗ്രഹം നൽകുന്നു, നമുക്ക് നിത്യജീവൻ നൽകുന്നു. ഇത് രണ്ടും ദൈവം നമുക്ക് നൽകുന്ന ഒരു അവകാശമായിട്ടാണ് പൗലോസ്ലീഹ കാണുന്നത്. അപ്പോൾ ഈ താലിയിലെ സൂചന പോലെ തന്നെ സഹനത്തിൻ്റെ ഒരു വശമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ആ കുരിശ് ഇന്ന് നമുക്ക് മഹത്വത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു അടയാളമാണ്. അത് ജീവൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. ഈശോയെ തന്നെയാണ് ആ കുരിശ് സൂചിപ്പിക്കുക. ആ സ്ലീവ മരണത്തിലൂടെ, സഹനത്തിലൂടെ ഈശോ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു, ജീവനിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ സഹനവും ക്ലേശങ്ങളുമൊക്കെ നമ്മളെ ഒരു വിജയപാതയിലേക്കാണ് നയിക്കുക, വിജയത്തിലേക്കാണ് നയിക്കുക. അതും ആ താലി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും തനിച്ച് നേരിടേണ്ടതല്ല, ഒരുമിച്ച് നേരിടേണ്ടതാണ്. ഏക മനസ്സോടെ, ഏകഹൃദയത്തോടെ ആണ് നിങ്ങൾ ഇനി ജീവിക്കാൻ പോകുന്നത്. രണ്ട് വഴികളല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ചെന്ന് അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്. മറ്റൊരിടത്തേക്കും പോകുന്ന വഴിയിലൂടെ വഴിമാറിപ്പോകാതിരുന്നാൽ മതി. ഈശോ നമുക്ക് കാണിച്ചു തരുന്ന ഈശോയാകുന്ന ആ വഴിയിലൂടെ സഭയോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതയാത്ര സഭയോട് ചേർന്നാണെങ്കിൽ നമുക്കൊരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. കാരണം സഭയെ നയിക്കുന്നത് ഈശോയാണ്. ഈശോയാണ് സഭയുടെ ശിരസ്. ആ ഈശോയുടെ ശരീരമാണ് സഭ. അതുകൊണ്ട് ഈശോയുടെ യാത്രയാണിത്, സഭയോട് ചേർന്നുള്ള ഈശോയുടെ യാത്രയാണിത്. ആ സഭയിൽ നമ്മൾ അംഗങ്ങളായി സഭയോട് ചേർന്ന് സഭയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് സഭയിലെ വിശുദ്ധ കുദാശകളൊക്കെ സ്വീകരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ഒരുമിച്ച് നടത്തേണ്ടിയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ തൻ്റെ ജീവിത പങ്കാളിക്ക് ഒന്ന് വഴിതെറ്റിപ്പോകുന്നു, അതിനുള്ള പ്രലോഭനമുണ്ടാകുന്നു, എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കുന്നു, എന്തെങ്കിലും കുറവുകൾ കാണുന്നു, അത് പരിഹരിക്കുവാൻ ജീവിത പങ്കാളി സഹായിക്കണം. അതാ പൗലോസ്ലീഹ പറയുന്നത്. ഭാര്യയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നല്ല ഒരു ഭർത്താവാണെങ്കിൽ അത് പരിഹരിക്കും. അങ്ങനെ നല്ലൊരു ഭർത്താവിൻ്റെ സഹായത്തോടുകൂടെ ഭാര്യ തൻ്റെ കുറവുകൾ നികത്തും. നല്ല ഒരു ഭാര്യയുടെ സഹായം ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കുടുംബത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. അതിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാൻ അനുഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ തിരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആനന്ദ
മണവാട്ടി നിന്നീതാ തിരുമണവാളൻ മണവറയിൽ നയിച്ചു. മത്തായി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തെരേസയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? തെരേസ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മത്തായിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും റുഹാദകുൽസായുടെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശുവർക്ക് ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരമണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും റുഹാദകുൽസായുടെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനുസൃതവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേഘ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗളി സൗഭാഗ്യമേഘ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ മംഗല്യ സൗഭാഗ്യമേഘ. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. കുടുംബമാ യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ
ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേക. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരൻ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ സദസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിളവുമിതാ, പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവും പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. നാഥാ നിനക്കായി പാടിപ്പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ. പാടിപ്പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ. നിനക്കായേറെ നടന്നു നടന്നെൻ്റെ പാദം തളർന്നാൽ തളർന്നിടട്ടെ. പാദം തളർന്നാൽ തളർന്നിടട്ടെ. നാഥാ നിനക്കായി പാടിപ്പാടിയൻ നാവു തളർന്നാൽ തളർന്നിടട്ടെ. നിന്നെ മാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലങ്കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാർ യോസേപ്പിൻ്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ.
സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യമേ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോ സ്നേഹം ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം, ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. പരസ്പര സ്നേഹത്തിൽ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കണം. സ്നേഹിടു പണിയാ
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞവരേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കാളെ ഇവിടുത്തെ പപ്പ ഇങ്ങനെ കയറി വന്നേ, മോളുടെ പപ്പനെ കാണാനില്ലല്ലോ, മകളുടെ അടുത്ത് കയറി വന്നേ. മോനൊരു ഉമ്മയൊന്നും കൊടുക്കണല്ലേ? ഇവിടെ കൈ പിടിച്ചേ പറയാം, തിരക്കില്ല. മോന്റെ അപ്പുറത്തരാൻ പറ. ഇവിടുത്തെ മോളുടെ മമ്മി, ഇവിടുത്തെ മമ്മി അങ്ങ് തിരിഞ്ഞു പോകലട്ടോ. മമ്മി മോളിച്ച് കയറി വന്നേടാ, മോളിച്ച് കയറി. അത് തന്നെ, അതിന് കൈ പിടിച്ച് ഏൽപ്പിച്ച് മോക്കരുമ്മയെ കൊടുത്തേ, കെട്ടിടമ്മയെ കൊടുത്തേ. ഇനി മമ്മിമാരൊക്കെ തമ്മിൽ കഴിഞ്ഞ മമ്മിമാരൊക്കെ നമ്മെ കൊടുത്തേ. പപ്പമാരെ ഫ്രണ്ടിലോ, പപ്പമാരെ ഫ്രണ്ടിലേക്ക് വരോ, പപ്പമാരെ ഒരു സെക്കൻഡ് പുറന്ന്. മമ്മി ഇച്ചിരി സൈഡ് മമ്മി. പപ്പ ഒന്ന് ഇപ്പുറത്തോട്ട് വന്നേ. പപ്പ നിങ്ങൾ മോളെ എവിടെ ശ്രദ്ധിച്ചേ? മോളെ എല്ലാവരും അങ്ങനെ തിരിഞ്ഞു പോലെ. പപ്പ അങ്ങോട്ട് കയറി തന്നെ ഒരു ഷെയ്ക്കാൻ്റെ പപ്പ നിങ്ങളെ അമ്മി നോക്കിയോ? കൊള്ളാം. മോനൊന്ന് സ്വല്പ സൈഡിലോട്ട്. ശരി എന്നാ മേടിച്ചേ അമ്മ രണ്ടുപേരും കൂടെ എടുത്തേ, രണ്ടുപേരും ഒരുമിച്ചെടുത്തേ. കുടിച്ചോ ഒരുമിച്ചൊന്ന് കുടിച്ചോ. കൈ പുറത്തോട്ടൊന്നും വരുവാണെങ്കിൽ കണ്ടു പറയാം. ഒരു ഫാമിലി ഫോട്ടോ എടുത്താൽ ഞങ്ങളിപ്പോൾ വരാം. ഒരു ഫാമിലി ഫോട്ടോ. ഓക്കെ, ഞാൻ ഒന്ന് പോകണം, ഞാൻ ഒന്ന് കയറുവാണേ. ഫ്രണ്ടിൽ നിന്ന് മാറാം.